ഇനി പാടിക്കുറ്റി അന്തർജനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാലീന സുന്ദരിയും സദ്ഗുണ സമ്പന്നയുമാണവർ. എങ്കിലും ഏതോ തീരാ ദുഃഖത്തിൽ കഴിയുകയാണ് പാടിക്കുറ്റി അന്തർജനം. പറയേണ്ടത് ആശാൻ പറഞ്ഞു കേട്ടില്ല നിങ്ങള് സൗഭാഗ്യവതിയാണ്, സമ്പന്നവതിയാണ്, ആ നാട്ടിലെ തമ്പുരാന്റെ ഭാര്യയാണെന്നും പറഞ്ഞു. ഇത്രയും വലിയ പൈസയും കാര്യവും ഉണ്ടായിട്ട് ഇവരൊക്കെ ദുഃഖം വന്നിനപ്പ. പലവിധ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഇല്ലത്തിന്റെ അകത്തളത്തിലും മുറ്റത്തും കാലിൽ സ്വർണ്ണത്തളയിട്ട് ഓടി നടക്കാൻ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. എന്തിനാണ് ഇവരിങ്ങനെ ദുഃഖിക്കണ്ട്? അടുത്തുള്ള അംഗനവാടി പോയി നോക്കിയാ പോരെ, എത്ര കുഞ്ഞിക്കാല് കാണാ. നിങ്ങൾ അടുത്തൊരു പുറമട്ടാക്കാറ്റെടുക്കോ, തച്ചിടിക്ക് കൊന്നേക്കാൻ തോന്നുന്നു. എന്തൊരു പൊട്ടനാനിവേ. എടാ അംഗനവാടി പോയിട്ട് കുഞ്ഞുമക്കളെ കാല് കാണാൻ വേണ്ടിട്ട് ഇത്രയും നാള് നേർച്ച കൊടുത്തതും കരഞ്ഞതും പ്രാർത്ഥിച്ചതും തെച്ചു. പിന്നെന്താണ് സ്വന്തമായിട്ടൊരു കുഞ്ഞിക്കാല് കാണാം, കുട്ടിയായിട്ടില്ല. നാടുവാഴുന്ന തമ്പുരാന് നേരാവകാശിയായി ഒരു ഉണ്ണി പിറന്നില്ല. കുറ്റം പറയുന്ന നാവുകൾ പാടിക്കുറ്റിയെ മനോദുഃഖത്തിലാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭഗവാനെ രക്ഷിക്കണേ. എന്താ പാർവതിക്കുട്ടി ഈ ത്രിസന്ധ്യ നേരത്ത് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് എന്താ ഒന്നും അറിയാത്തതുപോലെ? പ്രാർത്ഥനയും വഴിപാടുകളുമായി എത്ര നാളായി നമ്മൾ കാത്തിരിക്കുന്നു. എന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. നമ്മുടെ കുറ്റം കൊണ്ടാണോ? ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല. എന്നിട്ടും എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവിടത്തോട് ഞാനൊന്ന് പറയട്ടെ. എന്റെ കുറ്റം കൊണ്ടാണ് സന്താനങ്ങളില്ലാത്തതെന്ന് അകത്തളത്തിലും പുറത്തും സംസാരമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് മറ്റൊരു വേളിക്ക് തയ്യാറാവണം. പാർവതിക്കുട്ടി, എന്ത് അസംബന്ധാ നീ പറയണേ? മനസ്സുകൾ നന്നായി തീർന്ന നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ല. സന്താനഭാഗ്യമില്ലാതെ അന്തഃപുരത്തിന്റെ ഇട്ടറയിലേക്ക് തള്ളപ്പെടുന്ന എന്റെ പാർവതിക്കുട്ടിയുടെ മുഖം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അത്ര കണ്ടെങ്കിൽ നമ്മൾ അടുത്തു പോയില്ലേ പാർവതിക്കുട്ടി? മറ്റൊരു വീട്ടിൽ അവൾക്ക് പിറക്കുന്ന മക്കളെ എല്ലാവരും താലോലിക്കുകയും അവരുടെ അമ്മയെ ആദരിക്കുകയും ചെയ്യുമ്പോൾ മക്കളില്ലെന്ന കുറ്റത്തിന് വന്ധ്യയായി അപമാനിതയാകുന്ന എന്റെ പാർവതിക്കുട്ടി, വേണ്ട, ഇനിയൊരു വേളിക്കും നാം തയ്യാറല്ല. പാർവതിക്കുട്ടി, ദൈവം നമ്മളെ കൈവിടില്ലടോ. ജീവന്റെ ജീവനം പാർവതിക്കുട്ടിയെ, ജീവനുണ്ടെങ്കിൽ ഞാൻ പെറുക്കയില്ല.
ആ തമ്പുരാന്റെയും തമ്പുരാട്ടിന്റെ സ്നേഹം കണ്ട നിങ്ങള് ഞാൻ നിന്നെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പട്ടട ശ്മശാനത്തിൽ വെച്ചിട്ട് മാത്രമേ ഒഴിവാക്കൂലെന്നാ പറഞ്ഞത്. സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ സ്നേഹം കണ്ടുപഠിക്കണം. ഈ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ അതെ, എന്റെ വീട്ടിൽ നമ്മളെ നാട്ടില് ഒരു ചെക്കൻ ബാലകൃഷ്ണൻ